പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അക്കരെ ആരംഭിക്കുന്നു. ചിങ്ങമാസത്തിലെ ഇളം വെയിലിനും തുമ്പപ്പൂവിൻ്റെ നറുഗന്ധത്തിനും ഭൂമിശാസ്ത്രപരമായ അതിരുകളിൽ നിന്ന് തെളിയിക്കുന്നത് ലോകമെമ്പാടുമുള്ള പ്രവാസി മലയാളികളാണ്. കേരളത്തിൽ പ്രകൃതി തന്നെ അണിഞ്ഞൊരുങ്ങി ഓണത്തെ വരവേൽക്കുമ്പോൾ മരുഭൂമിയുടെ ഊഷ്മളതയിലായാലും യൂറോപ്പിൻ്റെ മഞ്ഞിലായാലും ഓരോ മലയാളിയുടെയും ഉള്ളിൽ ഒരു വസന്തകാലം വിരിയുന്നുണ്ട്. അക്ഷരാർത്ഥത്തിൽ ഓണം കേരളത്തിൻ്റെ ദേശീയോത്സവമാണെങ്കിലും അതിൻ്റെ വൈകാരികമായ ആഴം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഒരുപക്ഷെ നാട് വിട്ടു നിൽക്കുന്ന പ്രവാസികളായിരിക്കും. നാട്ടിലെ ഓണം കാഴ്ചകളുടെയും വർണ്ണങ്ങളുടെയും ഉത്സവമാകുമ്പോൾ പ്രവാസിക്ക് അത് ഗൃഹാതുരതയുടെയും കണ്ണീരിൻ്റെയും ഒപ്പം അതിജീവനത്തിൻ്റെയും ഓർമ്മപ്പെടുത്തലാണ്. സ്വന്തം നാടും വീടും ഉറ്റവരുമില്ലാതെ ആഘോഷിക്കേണ്ടി വരുന്ന ഓരോ ഓണവും അവരുടെ മനസ്സിൽ തീർക്കുന്നത് സമ്മിശ്രമായ വികാരങ്ങളുടെ ഒരു വേലിയേറ്റമാണ്. എങ്കിലും തങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളെ ചെറിയൊരു കേരളമാക്കി മാറ്റി അവർ മാവേലി മന്നനെ വരവേൽക്കാൻ എക്കാലത്തും തയ്യാറാകുന്നു. ഓരോ പ്രവാസിയുടെയും ഉള്ളിൽ മരിക്കാത്ത ഒരു കുട്ടിക്കാലമുണ്ട്. അതിരാവിലെ എഴുന്നേറ്റ് തൊടിയിൽ പൂവിറുക്കാൻ പോയതും അത്തം മുതൽ തിരുവോണം വരെ മുറ്റത്ത് തീർത്ത പൂക്കളങ്ങളുടെ മത്സരങ്ങളും അമ്മയുണ്ടാക്കുന്ന സദ്യയുടെ കൊതിയൂറുന്ന മണവുമെല്ലാം അവരുടെ ഓർമ്മകളിൽ മായാതെ കിടപ്പുണ്ടാകും. ജീവിത സാഹചര്യങ്ങൾ അവരെ നാട് കടത്തിയപ്പോൾ അവർക്കൊപ്പം ഈ ഓർമ്മകളും വിമാനം കയറി. ഇന്ന് വിദേശത്ത് താമസിക്കുന്ന മലയാളികൾക്ക് ഓണം കേവലമൊരു ഉത്സവം മാത്രമല്ല, തങ്ങളുടെ വേരുകളിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് കൂടിയാണ്. പ്രിയപ്പെട്ടവരെ നാട്ടിലാക്കി വിദേശത്ത് കഴിയേണ്ടി വരുമ്പോഴുള്ള നൊമ്പരം ഏറ്റവും കൂടുതൽ അവരെ വേട്ടയാടുന്നത് ഇത്തരം ആഘോഷവേളകളിലാണ്. മുറ്റത്തെ ഊഞ്ഞാലും ഓണക്കോടിയുടെ മണവും ഇല്ലാത്തിടത്ത് ആ ഓർമ്മകളെ കൂട്ടുപിടിച്ചാണ് ഓരോ പ്രവാസിയും തങ്ങളുടെ ഓണത്തെ നിർമ്മിച്ചെടുക്കുന്നത്. കേരളത്തിലേതുപോലെ ഓരോ വീടുകളിലും ഒതുങ്ങി നിൽക്കുന്നതല്ല പ്രവാസ ലോകത്തെ ഓണം. ഇവിടെ ഓണം ഒരു വലിയ കൂട്ടായ്മയുടെ പേരാണ്. ഗൾഫ് നാടുകളിലെ ബെഡ് സ്പേസുകളിലും ലേബർ ക്യാമ്പുകളിലും കഴിയുന്നവർക്ക് റൂമിലുള്ളവരാണ് സ്വന്തം കുടുംബം. പല സ്ഥലങ്ങളിൽ നിന്ന് പല ജാതിമത വിഭാഗങ്ങളിൽ നിന്ന് വരുന്നവർ ഒരുമിച്ചിരുന്ന് കിട്ടുന്ന പൂക്കൾ കൊണ്ടോ അല്ലെങ്കിൽ വില കൊടുത്ത് വാങ്ങിയ ജെണ്ടുമല്ലി കൊണ്ടോ ചെറിയൊരു പൂക്കളം തീർക്കുന്നു. അവരുടേതായ രീതിയിൽ അവധി ദിവസങ്ങളിൽ ചെറിയൊരു സദ്യ പാചകം ചെയ്യുന്നു. കുടുംബമായി താമസിക്കുന്നവരാകട്ടെ ഫ്ളാറ്റുകളിലെ മറ്റു മലയാളികളെയും കൂട്ടി വലിയ പൂക്കളങ്ങൾ തീർക്കുകയും എല്ലാവരും ചേർന്ന് സദ്യ ഒരുക്കുകയും ചെയ്യുന്നു. ഇതിനെല്ലാം പുറമെയാണ് വിവിധ മലയാളി അസോസിയേഷനുകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന വമ്പൻ ഓണാഘോഷങ്ങൾ. വടംവലിയും തിരുവാതിരകളിയും ചെണ്ടമേളവും ഗാനമേളകളുമായി നാട്ടിലേക്കാൾ വലിയ ആവേശത്തോടെയാണ് വിദേശത്തെ സ്റ്റേജുകളിൽ അവർ ഓണം ആഘോഷിക്കുന്നത്. മാസങ്ങൾക്ക് മുൻപേ തുടങ്ങുന്ന തയ്യാറെടുപ്പുകളിലൂടെ തങ്ങളുടെ നാടിൻ്റെ സംസ്കാരത്തെ വിദേശ മണ്ണിൽ അവർ സജീവമാക്കി നിർത്തുന്നു. കാലം മാറിയതോടെ പ്രവാസികളുടെ ഓണാഘോഷങ്ങളിലും വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ജോലി തിരക്കുകൾക്കിടയിൽ മണിക്കൂറുകൾ ചെലവഴിച്ച് സദ്യ ഉണ്ടാക്കാൻ പലർക്കും സമയം ലഭിക്കാറില്ല. അതിനാൽ തന്നെ ഇന്നത്തെ കാലത്ത് വിദേശത്തെ ഓണം പലപ്പോഴും ഇൻസ്റ്റൻറ്റ് ഓണമായി മാറാറുമുണ്ട്. ഓണക്കോടി കടകളിൽ പോയി വാങ്ങുന്നത് പോലെ തന്നെ സദ്യയും പായസവുമെല്ലാം ഇന്ന് ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങുകയാണ് മിക്കപ്പോഴും പതിവ്. ഉത്രാടപ്പാച്ചിൽ ഇന്ന് റെസ്റ്റോറൻറ്റുകളിലെ സദ്യ ബുക്കിങ്ങിൻ്റെ തിരക്കിലാണ്. എന്നിരുന്നാലും ഇതിനെ ഒരു കുറവായി കാണാൻ കഴിയില്ല. കാരണം എങ്ങനെയെങ്കിലും തങ്ങളുടെ നാടിൻ്റെ രുചിയും പാരമ്പര്യവും ഒരു ദിവസമെങ്കിലും അനുഭവിക്കണമെന്ന പ്രവാസിയുടെ അദമ്യമായ ആഗ്രഹമാണ് ഇതിലൂടെ പ്രതിഫലിക്കുന്നത്. ഇലയിട്ട് വിളമ്പിയ സദ്യവട്ടങ്ങൾക്ക് മുന്നിലിരുന്ന് കുടുംബസമേതം ഭക്ഷണം കഴിക്കുമ്പോൾ അവർ അനുഭവിക്കുന്ന സന്തോഷം വിലമതിക്കാനാവാത്തതാണ്. പുറമേ കാണുന്ന ഈ ആഘോഷങ്ങൾക്കിടയിലും പുറത്തു കാണിക്കാത്ത വലിയൊരു സങ്കടം മിക്ക പ്രവാസികളുടെയും ഉള്ളിലുണ്ട്. ഓണം നാട്ടിലെ കലണ്ടറുകളിൽ മാത്രം ചുവന്ന അക്കങ്ങളിൽ രേഖപ്പെടുത്തുന്ന അവധി ദിവസങ്ങളാണ്. വിദേശത്ത്, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങൾക്ക് പുറത്ത് ജോലി ചെയ്യുന്ന പലർക്കും തിരുവോണ ദിവസം ഒരു സാധാരണ പ്രവൃത്തി ദിവസം മാത്രമായിരിക്കും. നാട്ടിലെ കുടുംബാംഗങ്ങൾ പുത്തൻ കോടിയെടുത്ത് ഓണസദ്യ ഉണ്ണാൻ തയ്യാറെടുക്കുമ്പോൾ തൻ്റെ യൂണിഫോമും ഇട്ട് കനത്ത ചൂടിലേക്കോ കൊടും തണുപ്പിലേക്കോ ജോലിക്ക് പോകേണ്ടി വരുന്ന പ്രവാസിയുടെ നെഞ്ചിലെ വിങ്ങൽ ആർക്കും അളക്കാനാവില്ല. ജോലിക്കിടെ ഇടവേളകളിൽ വാട്സാപ്പ് വീഡിയോ കോളിലൂടെ നാട്ടിലെ പൂക്കളവും വീട്ടുകാരുടെ സന്തോഷവും കണ്ട് അവർ കണ്ണു നിറയ്ക്കും. തങ്ങൾ അടുത്തില്ലാത്തതിൻ്റെ വിഷമം വീട്ടുകാർക്ക് തോന്നാതിരിക്കാൻ ക്യാമറയ്ക്ക് മുന്നിൽ ചിരിച്ചു കാണിക്കുകയും കോൾ കട്ട് ചെയ്ത ശേഷം സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി വീണ്ടും ജോലിയിലേക്ക് മടങ്ങുകയും ചെയ്യും. ഈ ത്യാഗമാണ് യഥാർത്ഥത്തിൽ നാട്ടിലെ ഓരോ വീടുകളിലെയും ഓണത്തെ കൂടുതൽ പ്രകാശപൂരിതമാക്കുന്നത്. പ്രവാസ ലോകത്തെ ഓണത്തിന് മറ്റൊരു മനോഹരമായ മുഖം കൂടിയുണ്ട്. അത് സാംസ്കാരിക വിനിമയത്തിൻ്റെതാണ്. ഇന്ന് പ്രവാസികൾ ജോലി ചെയ്യുന്ന ഓഫീസുകളിൽ മറ്റു രാജ്യക്കാരും ഓണം ആഘോഷിക്കാൻ തുടങ്ങിയിരിക്കുന്നു. തങ്ങളുടെ വിദേശികളായ സഹപ്രവർത്തകരെയും മേലധികാരികളെയും മുണ്ടും സാരിയും ഉടുപ്പിക്കാനും വാഴയിലയിൽ ചോറുണ്ണാൻ പഠിപ്പിക്കാനും മലയാളിക്ക് കഴിഞ്ഞിട്ടുണ്ട്. മഹാബലിയുടെ ഐതിഹ്യവും മനുഷ്യരെല്ലാം ഒന്നുപോലെ കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ കഥയും അവർ ലോകമെമ്പാടുമുള്ള മനുഷ്യരിലേക്ക് പകർന്നു നൽകുന്നുണ്ട്. അങ്ങനെ ഓണം കേവലം മലയാളിയുടെ മാത്രം ഉത്സവമല്ലാതായി മാറുകയും ലോകത്തെല്ലായിടത്തുമുള്ള മനുഷ്യർക്കിടയിൽ സ്നേഹത്തിൻ്റെയും സമത്വത്തിൻ്റെയും സന്ദേശം പകരുന്ന ഒരു ആഗോള ഉത്സവമായി രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു. എത്രയൊക്കെ ആഘോഷിച്ചാലും നാട്ടിലെ ഓണത്തിനൊപ്പം വരില്ല പ്രവാസിയുടെ ഓണം എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്.
എങ്കിലും പിറന്ന മണ്ണിനോടുള്ള അടങ്ങാത്ത സ്നേഹവും തങ്ങളുടെ വേരുകൾ എവിടെയാണെന്നുള്ള ഉറച്ച ബോധ്യവുമാണ് പ്രതികൂല സാഹചര്യങ്ങളിലും ഓണം ആഘോഷിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. ലോകത്തിൻ്റെ ഏത് കോണിലായാലും പ്രതിസന്ധികളോട് പൊരുതി മുന്നേറുന്ന ഓരോ പ്രവാസിക്കും ഓണം എന്നത് ആശ്വാസത്തിൻ്റെയും പ്രതീക്ഷയുടെയും ഒരു പിടിവള്ളിയാണ്. ഭാവിയിൽ എന്നെങ്കിലും ഒരിക്കൽ പ്രിയപ്പെട്ടവരോടൊപ്പം സ്വന്തം വീടിൻ്റെ മുറ്റത്ത് ഒരു പൊന്നോണം ആഘോഷിക്കാൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷയിലാണ് അവർ ഓരോ തിരുവോണവും കടന്നു പോകുന്നത്. ആ അർത്ഥത്തിൽ സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും യഥാർത്ഥ മാവേലി നാട് നിലനിൽക്കുന്നത് പ്രവാസിയുടെ മനസ്സുകളിലാണ്. ഭൂമിശാസ്ത്രപരമായ അതിരുകളെ സ്നേഹം കൊണ്ട് മായ്ച്ചു കളയുന്ന ഓരോ പ്രവാസിയുടെയും ഓണാഘോഷങ്ങൾ വരും തലമുറയ്ക്ക് പകർന്നു നൽകുന്നത് ഒരിക്കലും വറ്റാത്ത മനുഷ്യ സ്നേഹത്തിൻ്റെയും ഒരുമയുടെയും മഹത്തായ പാഠങ്ങളാണ്. പശ്ചിമേഷ്യൻ സുരക്ഷാ മേഖലയിൽ ഇപ്പോൾ സംഭവിക്കുന്നത് സമാനതകളില്ലാത്ത മാറ്റങ്ങളാണ്. ഒരു വശത്ത് പരമ്പരാഗത സൈനിക ശക്തിയുടെ ഏറ്റവും മികച്ച ഉദാഹരണമായ പോർ വിമാനങ്ങൾ ആകാശത്ത് വട്ടമിട്ട് പറക്കുമ്പോൾ, മറുവശത്ത് കടലിലും കരയിലുമായി നിർമ്മിത ബുദ്ധിയുടെയും ആളില്ലാ കപ്പലുകളുടെയും അദൃശ്യ വലയം തീർക്കുകയാണ് അമേരിക്കയും യുഎഇയും. US സെൻട്രൽ കമാൻഡിന്റെ നേതൃത്വത്തിൽ പശ്ചിമേഷ്യയിലെ സൈനിക താവളങ്ങളിൽ നിന്ന് F-15 യുദ്ധവിമാനങ്ങൾ നിരീക്ഷണ പറക്കൽ ശക്തമാക്കിയതും അബുദാബി കേന്ദ്രീകരിച്ച് ടാലന്റ് സിനാപ്സ് എന്ന പേരിൽ പുതിയ AI സൈനിക ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചതുമായ വാർത്തകൾ സൂചിപ്പിക്കുന്നത് വരാനിരിക്കുന്ന പുതിയ യുദ്ധതന്ത്രങ്ങളെയാണ്. മേഖലയിലെ വർദ്ധിച്ചുവരുന്ന സംഘർഷ സാധ്യതകൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് തങ്ങളുടെ സഖ്യരാഷ്ട്രങ്ങൾക്ക് പൂർണ്ണ പിന്തുണ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് അമേരിക്കൻ വ്യോമസേന തങ്ങളുടെ ഏറ്റവും കരുത്തുറ്റ പോർ വിമാനങ്ങളിലൊന്നായ F-15 സ്ട്രൈക്ക് ഈഗിളുകളെ പശ്ചിമേഷ്യൻ ആകാശത്ത് വിന്യസിച്ചിരിക്കുന്നത്. സൗദി അറേബ്യ, ജോർദാൻ എന്നിവിടങ്ങളിലെ തന്ത്രപ്രധാനമായ അമേരിക്കൻ സൈനിക താവളങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ വിമാനങ്ങളുടെ പ്രവർത്തനം പുരോഗമിക്കുന്നത്. ശത്രുക്കളുടെ നീക്കങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുക, വാണിജ്യ സൈനിക വ്യോമപാതകൾക്ക് സുരക്ഷയൊരുക്കുക, പെട്ടെന്നുള്ള ഏതൊരു ആക്രമണത്തെയും പ്രതിരോധിക്കാൻ തക്കവിധത്തിൽ സജ്ജമായിരിക്കുക എന്നിവയാണ് ഈ വിമാനങ്ങളുടെ പ്രധാന ദൗത്യം. ഒരാക്രമണമുണ്ടായാൽ പ്രത്യാക്രമണം നടത്തുക എന്നതിനപ്പുറം ശക്തമായ ഒരു സൈനിക സാന്നിധ്യം അറിയിക്കുക വഴി ശത്രുക്കളെ പിന്തിരിപ്പിക്കുക എന്ന തന്ത്രമാണ് സെൻകോം ഇവിടെ പയറ്റുന്നത്. മണിക്കൂറുകളോളം ആകാശത്ത് തുടരാനും അതിനൂതന റഡാർ സംവിധാനങ്ങളിലൂടെ ശത്രുക്കളുടെ നീക്കങ്ങൾ ഒപ്പിയെടുക്കാനും കഴിവുള്ളവയാണ് F-15 വിമാനങ്ങൾ. മേഖലയിലെ അമേരിക്കൻ സൈനികരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം തന്നെ ഗൾഫ് മേഖലയിലെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്ന ബാഹ്യശക്തികൾക്കുമുള്ള ഒരു ശക്തമായ മുന്നറിയിപ്പ് കൂടിയാണ് ഈ വ്യോമ നിരീക്ഷണം. ആകാശത്ത് പരമ്പരാഗത യുദ്ധവിമാനങ്ങൾ കാവലൊരുക്കുമ്പോൾ സാങ്കേതിക വിദ്യയുടെ ഏറ്റവും പുതിയ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ കുറ്റമറ്റതാക്കാനാണ് യുഎഇയും അമേരിക്കയും ശ്രമിക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അബുദാബി ആസ്ഥാനമായി ഈയിടെ പ്രവർത്തനം ആരംഭിച്ച ടാലന്റ് സിനാപ്സ് എന്ന സംയുക്ത സൈനിക ടാസ്ക് ഫോഴ്സ്. ലോകത്തിൽ തന്നെ ആദ്യമായാണ് 2 രാജ്യങ്ങൾ ചേർന്ന് നിർമ്മിത ബുദ്ധിക്ക് മാത്രമായി ഇത്തരമൊരു സൈനിക കൂട്ടായ്മ രൂപീകരിക്കുന്നത്. അമേരിക്കയിൽ നിന്നും യുഎഇയിൽ നിന്നുമുള്ള 20ഓളം വിദഗ്ധരാണ് ഈ സംഘത്തിലുള്ളത്. AI, ഡാറ്റാ സയൻസ്, സൈബർ സുരക്ഷ എന്നീ മേഖലകളിൽ പ്രാവീണ്യം നേടിയ ഇവർ ഇനി മുതൽ താൽക്കാലികമായല്ല, മറിച്ച് സ്ഥിരമായി ഒരുമിച്ച് പ്രവർത്തിക്കും. നിർമ്മിത ബുദ്ധിയെ സൈനിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് പുതിയ കാര്യമല്ലെങ്കിലും ടാലന്റ് സിനാപ്സിന്റെ രീതികൾ തികച്ചും വ്യത്യസ്തമാണ്. സാധാരണയായി കൃത്രിമമായി നിർമ്മിച്ച ഡേറ്റകൾ ഉപയോഗിച്ചാണ് AI സംവിധാനങ്ങൾ പരിശീലിപ്പിക്കാറുള്ളത്. എന്നാൽ ടാലന്റ് സിനാപ്സ് ഉപയോഗിക്കുന്നത് യുദ്ധമുഖത്തുള്ള യഥാർത്ഥ വിവരങ്ങളാണ്. ഡ്രോണുകളുടെ നീക്കങ്ങൾ, മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ, സമുദ്ര നിരീക്ഷണ ക്യാമറകളിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ എന്നിവയെല്ലാം ഈ നിർമ്മിത ബുദ്ധി സംവിധാനം വിശകലനം ചെയ്യും. മനുഷ്യനേത്രങ്ങൾക്ക് പെട്ടെന്ന് കണ്ടെത്താൻ കഴിയാത്ത സൂക്ഷ്മമായ മാറ്റങ്ങളും ഭീഷണികളും നിമിഷങ്ങൾക്കകം തിരിച്ചറിയാൻ AIക്ക് സാധിക്കും. ഇത് സൈനിക കമാൻഡർമാർക്ക് വളരെ വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കാനും അപകടങ്ങൾ ഒഴിവാക്കാനും വലിയ തോതിൽ സഹായകരമാകും. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല ടാലന്റ് സിനാപ്സ് എന്ന AI കൂട്ടായ്മ. ഇതിന് പിന്നിൽ വർഷങ്ങൾ നീണ്ട പരീക്ഷണങ്ങളുടെയും പഠനങ്ങളുടെയും ചരിത്രമുണ്ട്. 2021 അമേരിക്കൻ നാവികസേനയുടെ 5ാം കപ്പൽപ്പട ബഹ്റൈൻ ആസ്ഥാനമായി രൂപീകരിച്ച ടാസ്ക് ഫോഴ്സ് 51 ഇതിന്റെ തുടക്കം. സമുദ്ര നിരീക്ഷണത്തിനായി ആളില്ലാ കപ്പലുകളും ഡ്രോണുകളും നിർമ്മിത ബുദ്ധിയും സംയോജിപ്പിച്ച് പ്രവർത്തിപ്പിക്കുക എന്നതായിരുന്നു ടാസ്ക് ഫോഴ്സ് 51ന്റെ ദൗത്യം. മാസങ്ങളോളം കടലിൽ തുടരാനും വിശ്രമമില്ലാതെ വിവരങ്ങൾ ശേഖരിക്കാനും ഈ അത്യാധുനിക ഉപകരണങ്ങൾക്ക് സാധിച്ചു. 2023 യുഎഇയും ഈ പരീക്ഷണങ്ങളുടെ ഭാഗമായി. ഇരു രാജ്യങ്ങളുടെയും 5 ആളില്ലാ കപ്പലുകൾ അറേബ്യൻ ഗൾഫിൽ സംയുക്തമായി പരീക്ഷണങ്ങൾ നടത്തി. ക്യാമറകളും സെൻസറുകളും ഘടിപ്പിച്ച് ഈ കപ്പലുകൾ കടലിലൂടെ പോകുന്ന മറ്റ് കപ്പലുകളുടെയും ബോട്ടുകളുടെയും വിവരങ്ങൾ ശേഖരിക്കുകയും AI സംവിധാനങ്ങളുടെ സഹായത്തോടെ സംശയാസ്പദമായ നീക്കങ്ങൾ തിരിച്ചറിയുകയും ചെയ്തു. കള്ളക്കടത്ത്, അനധികൃത ആയുധക്കടത്ത്, മറ്റ് സുരക്ഷാ ഭീഷണികൾ എന്നിവ തടയാൻ മനുഷ്യരെ ഉപയോഗിച്ച് നടത്തുന്ന നിരീക്ഷണത്തെക്കാൾ വളരെ ഫലപ്രദമായാണ് AI സംവിധാനങ്ങൾ എന്ന് ഈ പരീക്ഷണങ്ങൾ തെളിയിച്ചു. ഈ വിജയമാണ് ഇപ്പോൾ ടാലന്റ് സിനാപ്സ് എന്ന സ്ഥിരം സംവിധാനത്തിലേക്ക് ഇരു രാജ്യങ്ങളെയും എത്തിച്ചത്. ശത്രു വിമാനങ്ങളെയും കപ്പലുകളെയും നേരിടുക എന്നത് മാത്രമല്ല ഇന്നത്തെ കാലത്തെ സുരക്ഷ. ഡിജിറ്റൽ യുഗത്തിൽ വിവരങ്ങൾ ചോർത്താനും ആശയവിനിമയ സംവിധാനങ്ങൾ തകർക്കാനുമുള്ള സൈബർ ആക്രമണങ്ങൾ വലിയൊരു ഭീഷണിയാണ്.
പശ്ചിമേഷ്യയിലെ അമേരിക്കൻ കമാൻഡ് സെന്ററുകൾക്കും ഡാറ്റ പ്രോസസ്സിംഗ് കേന്ദ്രങ്ങൾക്കും നേരെ മുൻപ് ഇത്തരം സൈബർ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. അതിനാൽ ടാലന്റ് സിനാപ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന് സൈബർ സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ്. നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യമിട്ടിട്ടുള്ള സൈബർ ആക്രമണങ്ങളെ അതിവേഗം കണ്ടെത്താനും മനുഷ്യർ ഇടപെടുന്നതിന് മുൻപ് തന്നെ ഓട്ടോമാറ്റിക്കായി അവയെ പ്രതിരോധിക്കാനും AI സംവിധാനങ്ങൾക്ക് കഴിയും. അമേരിക്കൻ സാങ്കേതികവിദ്യയുടെ പൂർണ്ണ പിന്തുണയോടെയാണ് UAE തങ്ങളുടെ പ്രതിരോധ മേഖലയെ ആധുനികവൽക്കരിക്കുന്നത്. ഈയിടെ UAEയിലെ സ്ഥാപനങ്ങൾക്ക് അത്യാധുനിക AI ചിപ്പുകൾ ലഭ്യമാക്കുന്നതിനുള്ള നിയന്ത്രണങ്ങളിൽ അമേരിക്ക ഇളവുകൾ വരുത്തിയിരുന്നു. ഇത് ടാലന്റ് സിനാപ്സിന്റെ പ്രവർത്തനങ്ങൾക്ക് വലിയ തോതിൽ കരുത്തു പകരും. പ്രതിരോധ സാങ്കേതികവിദ്യയിൽ സംയുക്ത ശേഷി വികസിപ്പിക്കുന്നതിനുള്ള ഈ സഹകരണം പശ്ചിമേഷ്യൻ സുരക്ഷാ വാസ്തുവിദ്യയിൽ വലിയ മാറ്റങ്ങൾക്കാണ് തിരികൊളുത്തുന്നത്. ചുരുക്കത്തിൽ കടലിലെ കാറ്റിനും തിരമാലകൾക്കുമിടയിൽ 5 ആളില്ലാ കപ്പലുകൾ തുടങ്ങിയ ഒരു ചെറിയ പരീക്ഷണം ഇന്ന് പശ്ചിമേഷ്യയുടെ സുരക്ഷ നിർണ്ണയിക്കുന്ന വലിയൊരു സൈനിക സഖ്യമായി വളർന്നിരിക്കുകയാണ്. ആകാശത്ത് F-15 പോലെയുള്ള കരുത്തിറ്റ പോർവിമാനങ്ങൾ തീർക്കുന്ന ഭൗതിക സുരക്ഷയും താഴെ കൺട്രോൾ റൂമുകളിൽ ടാലന്റ് സിനാപ്സ് വഴി നിർമ്മിത ബുദ്ധി തീർക്കുന്ന ഡിജിറ്റൽ സുരക്ഷയും ചേരുമ്പോൾ അത് ലോകത്തിന് തന്നെ പുതിയൊരു മാതൃകയാവുകയാണ്. യുദ്ധങ്ങൾ വെടിയുണ്ടകളിൽ നിന്നും മിസൈലുകളിൽ നിന്നും മാറി ഡേറ്റകളുടെയും അൽഗോരിതങ്ങളുടെയും രൂപത്തിലേക്ക് മാറുന്ന പുതിയ കാലത്ത് അതിജീവിക്കാനും സുരക്ഷ ഉറപ്പാക്കാനും സാങ്കേതികവിദ്യയുടെ അനന്ത സാധ്യതകളെ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് അമേരിക്കയും UAEയും ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. വരും നാളുകളിൽ ഈ സഖ്യം പശ്ചിമേഷ്യയിലെ സൈനിക സമവാക്യങ്ങളെ എങ്ങനെ മാറ്റിമറിക്കുമെന്നത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ സ്വന്തം യൗവനവും ജീവിതത്തിന്റെ ഏറിയ പങ്കും ചെലവഴിച്ച ശേഷം സമാധാനപരമായ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്ന ദീർഘകാല പ്രവാസികൾക്ക് കനത്ത തിരിച്ചടിയായി ഒമാനിൽ നിന്നുള്ള പുതിയ വാർത്തകൾ. 60 വയസ്സിന് മുകളിലുള്ള പ്രവാസി തൊഴിലാളികൾക്ക് ഇനി മുതൽ പുതിയ വർക്ക് പെർമിറ്റുകൾ അനുവദിക്കുകയോ നിലവിലുള്ളവ പുതുക്കി നൽകുകയോ വേണ്ടതില്ലെന്ന സുപ്രധാന തീരുമാനത്തിലേക്ക് ഒമാൻ തൊഴിൽ മന്ത്രാലയം കടന്നിരിക്കുകയാണ്. ഔദ്യോഗികമായി വലിയ പ്രഖ്യാപനങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ലെങ്കിലും കഴിഞ്ഞ കുറച്ചാഴ്ചകളായി വിസ പുതുക്കാൻ ശ്രമിക്കുന്ന 60 കഴിഞ്ഞ ഒട്ടുമിക്ക പ്രവാസികളുടെയും അപേക്ഷകൾ ഓൺലൈൻ പോർട്ടലുകൾ വഴി നിരസിക്കപ്പെടുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. പതിറ്റാണ്ടുകളായി ഒമാന്റെ മണ്ണിൽ ചോരയും നീരും നൽകി ജോലി ചെയ്യുന്ന വിദേശികളെ സംബന്ധിച്ചിടത്തോളം ഈ തീരുമാനം അവരുടെ ജീവിതത്തിന്റെ താളം തെറ്റിക്കുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. പ്രവാസികളുടെ പ്രായപരിധിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ ഒമാൻ ഭരണകൂടം സ്വീകരിക്കുന്ന രണ്ടാമത്തെ വലിയ നയമാറ്റമാണിത്. കോവിഡ് മഹാമാരിക്ക് ശേഷം രാജ്യത്തെ സാമ്പത്തിക മേഖലയെ ഉത്തേജിപ്പിക്കുന്നതിനും വിനോദസഞ്ചാര വാണിജ്യ മേഖലകളിൽ പരിചയസമ്പന്നരായ ആളുകളുടെ സേവനം ഉറപ്പാക്കുന്നതിനുമായി 2022 ജനുവരിയിൽ ഒമാൻ തൊഴിൽ മന്ത്രാലയം ഒരു സുപ്രധാന ഇളവ് പ്രഖ്യാപിച്ചിരുന്നു. 60 വയസ്സ് എന്ന തൊഴിൽ പ്രായപരിധി എടുത്തു കളഞ്ഞുകൊണ്ടുള്ള അന്നത്തെ തീരുമാനം ലക്ഷക്കണക്കിന് പ്രവാസികൾക്ക് വലിയ ആശ്വാസമാണ് നൽകിയത്. ഇതിലൂടെ മികച്ച നൈപുണ്യവും പ്രവൃത്തി പരിചയവുമുള്ള മുതിർന്ന വിദേശ തൊഴിലാളികളെ തങ്ങളുടെ കമ്പനികളിൽ തന്നെ തുടർന്നും നിലനിർത്താൻ സ്വകാര്യ സംരംഭകർക്ക് അവസരം ലഭിച്ചിരുന്നു. ആരോഗ്യവും ശേഷിയും ഉള്ള കാലത്തോളം ഒമാനിൽ തന്നെ തുടർന്ന് ജോലി ചെയ്യാമെന്ന പ്രതീക്ഷയിലായിരുന്നു സാധാരണക്കാരായ പലരും. എന്നാൽ ആ ആനുകൂല്യം പെട്ടെന്ന് റദ്ദാക്കപ്പെടുന്ന കാഴ്ചയാണ് നിലവിൽ കാണുന്നത്. തൊഴിലുടമകൾ തങ്ങളുടെ മുതിർന്ന ജീവനക്കാരുടെ വർക്ക് പെർമിറ്റ് പുതുക്കുന്നതിനായി മന്ത്രാലയത്തെ സമീപിക്കുമ്പോൾ അപേക്ഷകൾ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ തള്ളിക്കളയുന്ന യാഥാർത്ഥ്യം പ്രവാസികളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 60 വയസ്സ് എന്നത് ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമാണ്. മക്കളുടെ ഉന്നത വിദ്യാഭ്യാസം, വിവാഹം, നാട്ടിലൊരു വീട് തുടങ്ങിയ ഒട്ടേറെ സ്വപ്നങ്ങളും സാമ്പത്തിക ബാധ്യതകളും പൂർണ്ണമായി അവസാനിക്കാത്ത ഒരു സമയമായിരിക്കും ഭൂരിഭാഗം സാധാരണക്കാർക്കും ഇത്. വർക്ക് പെർമിറ്റുകൾ തുടർന്നും അനായാസം പുതുക്കി ലഭിക്കുമെന്ന ഉറപ്പിൽ പുതുതായി ബാങ്ക് വായ്പകൾ എടുത്തവരും കുടുംബത്തെ ഒമാനിലേക്ക് കൊണ്ടുവരുന്നവരും കുട്ടികളെ അവിടെ തന്നെ പഠിപ്പിക്കുന്നവരുമായ നിരവധി മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ കടുത്ത പ്രതിസന്ധിക്ക് നടുവിലാണ്. വിസ പുതുക്കി ലഭിക്കാത്ത സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് തൊഴിൽ നഷ്ടപ്പെടുകയും അതോടൊപ്പം തന്നെ താമസാനുമതി റദ്ദാക്കുകയും ചെയ്യും. വർഷങ്ങളായി ജോലി ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് പെട്ടെന്നൊരു ദിവസം പൂർണ്ണമായും പടിയിറങ്ങേണ്ടി വരുമ്പോഴുണ്ടാകുന്ന മാനസികവും സാമ്പത്തികവുമായ സമ്മർദ്ദം വളരെ വലുതാണ്. പുതിയ തീരുമാനം തങ്ങളുടെ തൊഴിലിനെയും താമസ സ്ഥിരതയെയും കുറിച്ച് കടുത്ത അനിശ്ചിതത്വം സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് പലരും ആശങ്കപ്പെടുന്നു. പെട്ടെന്നുണ്ടായ ഈ നയവ്യതിയാനം പ്രവാസികളുടെ ഭാവി പദ്ധതികളെയും അവരുടെ കുടുംബങ്ങളുടെ നിലനിൽപ്പിനെയും വലിയ രീതിയിൽ ചോദ്യം ചെയ്യുന്നുണ്ട്. ഈ പുതിയ നിയന്ത്രണത്തിന് പിന്നിലെ കൃത്യമായ കാരണങ്ങൾ മന്ത്രാലയം ഇതുവരെ ഔദ്യോഗികമായി വിശദീകരിച്ചിട്ടില്ലെങ്കിലും ഗൾഫ് രാജ്യങ്ങളിൽ വളരെ ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്ന സ്വദേശിവൽക്കരണ പ്രക്രിയയുടെ ഭാഗമായാണ് ഈ നടപടിയെ സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. ഒമാനിലെ യുവതലമുറയ്ക്കിടയിൽ വർദ്ധിച്ചുവരുന്ന തൊഴിലില്ലായ്മ കുറച്ചുകൊണ്ടുവരികയും പ്രാദേശിക പ്രതിഭകൾക്ക് സ്വകാര്യ മേഖലയിൽ കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുക എന്നത് ഒമാൻ ഭരണകൂടത്തിന്റെ ദീർഘകാല ലക്ഷ്യങ്ങളിലൊന്നാണ്. 60 വയസ്സ് കഴിഞ്ഞ ഉയർന്ന ശമ്പളവും ആനുകൂല്യവും വാങ്ങുന്ന വിദേശ തൊഴിലാളികൾ നിയമപരമായി വഴിമാറുമ്പോൾ ആ ഒഴിവുകളിലേക്ക് സ്വന്തം രാജ്യത്തെ യുവതീ യുവാക്കളെ കൂടുതൽ എളുപ്പത്തിൽ നിയമിക്കാൻ കമ്പനികൾക്ക് സാധിക്കും. മുൻകാലങ്ങളിൽ മികച്ച പ്രവൃത്തി പരിചയമുള്ള ആളുകൾക്ക് പകരം വയ്ക്കാൻ ഒമാനി യുവാക്കൾ കുറവായിരുന്നുവെങ്കിൽ ഇന്ന് ഉന്നത വിദ്യാഭ്യാസവും നൈപുണ്യവുമുള്ള നിരവധി തദ്ദേശീയർ ആധുനിക തൊഴിൽ മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞ പ്രവാസികളെ ഘട്ടം ഘട്ടമായി ഒഴിവാക്കി രാജ്യത്തെ തൊഴിൽ വിപണിയിലെ ജനസംഖ്യാ സന്തുലിതാവസ്ഥ നിലനിർത്താനാണ് സർക്കാർ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഈ പ്രവാസികൾക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി നിയമപരമായ പ്രതിസന്ധികളാണ്. വിസ കാലാവധി അവസാനിച്ചതിന് ശേഷവും വർക്ക് പെർമിറ്റില്ലാതെ ഒമാനിൽ തുടരുന്നത് ഗുരുതരമായ നിയമലംഘനമായാണ് അധികൃതർ കണക്കാക്കുന്നത്. വിസ പുതുക്കാൻ കഴിയാത്തവർക്ക് മുന്നിൽ കൃത്യസമയത്ത് തങ്ങളുടെ ബാധ്യതകൾ തീർത്ത് രാജ്യം വിടുക എന്നതല്ലാതെ മറ്റു മാർഗങ്ങളില്ല. അല്ലാത്തപക്ഷം കനത്ത പിഴയോ നാടുകടത്തൽ ഉൾപ്പെടെയുള്ള കടുത്ത ശിക്ഷാ നടപടികളോ നേരിടേണ്ടി വരും. പലർക്കും തങ്ങളുടെ വർഷങ്ങളുടെ സമ്പാദ്യവും വാഹനങ്ങളും മറ്റ് സാധന സാമഗ്രികളും ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ വിറ്റൊഴിവാക്കി നാട്ടിലേക്ക് മടങ്ങുക എന്നത് പ്രായോഗികമായി വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുണ്ട്. കൂടാതെ കാലങ്ങളായി ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കേണ്ട ഗ്രാറ്റുവിറ്റി ഉൾപ്പെടെയുള്ള സർവീസ് ആനുകൂല്യങ്ങൾ പെട്ടെന്ന് തന്നെ തീർപ്പാക്കി വാങ്ങിയെടുക്കുന്നതിലും പലർക്കും പ്രായോഗിക തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. ഗൾഫ് പ്രവാസ ജീവിതം എന്നത് എത്രത്തോളം അസ്ഥിരമാണെന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നതാണ് ഒമാന്റെ ഈ പുതിയ നടപടി. എത്ര ദശാബ്ദങ്ങൾ ഒരു രാജ്യത്ത് നിയമപരമായി ജീവിച്ചാലും അവിടുത്തെ തൊഴിൽ നിയമങ്ങളിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു ചെറിയ മാറ്റം മതി സാധാരണക്കാരനായ ഒരു പ്രവാസിയുടെ അതുവരെയുള്ള കണക്കുകൂട്ടലുകളെല്ലാം ഒറ്റയടിക്ക് തെറ്റിക്കാൻ. പ്രവാസികൾക്ക് വിനയാകുന്ന പുതിയ വിസ നിയന്ത്രണങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ഔദ്യോഗിക സർക്കുലറുകളും ഇതിൽ നിന്നുള്ള ഏതെങ്കിലും ഇളവുകളും വരും ദിവസങ്ങളിൽ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്ന് പുറത്തു വരുമെന്ന നേരിയ പ്രതീക്ഷയിലാണ് പലരും കാത്തിരിക്കുന്നത്. അതുവരെ കടുത്ത ആശങ്കയുടെ മുൾമുനയിലാണ് ഒമാനിലെ 60 കഴിഞ്ഞ ഓരോ പ്രവാസിയും. വിദേശ രാജ്യങ്ങളെ മാത്രം പൂർണ്ണമായി ആശ്രയിച്ച് ജീവിക്കുന്നതിന് പകരം പ്രവാസത്തിന്റെ ഒരു നിർദ്ദിഷ്ട ഘട്ടത്തിൽ സ്വന്തം നാട്ടിലേക്ക് മടങ്ങാനുള്ള സാമ്പത്തികവും മാനസികവുമായ തയ്യാറെടുപ്പുകൾ നേരത്തെ തന്നെ തുടങ്ങേണ്ടതിന്റെ അനിവാര്യതയാണ് ഇത്തരം വാർത്തകൾ വീണ്ടും അടിവരയിടുന്നത്. സ്വന്തം നാടിന്റെ സാമ്പത്തിക വികസനത്തിനായി യൗവനം മുഴുവൻ വിയർപ്പൊഴുക്കിയ ഈ പ്രവാസികൾ പെട്ടെന്നൊരു നാൾ ശൂന്യതയിലേക്ക് മടങ്ങിയെത്തുമ്പോൾ അവരെ സംരക്ഷിക്കാനും ചേർത്ത് പിടിക്കാനും അവരുടെ സ്വന്തം സർക്കാരുകൾക്കും സമൂഹത്തിനും കൂടി ഇനി വലിയ ഉത്തരവാദിത്തമുണ്ട്. ഇനി നോക്കാം മറ്റു ചില പ്രധാന ഗൾഫ് വാർത്തകൾ ചുരുക്കത്തിൽ. കുടുംബങ്ങൾ താമസിക്കുന്ന മേഖലയിൽ ബാച്ചിലർമാർക്ക് കർശന വിലക്കുമായി കുവൈറ്റ് മുനിസിപ്പാലിറ്റി. ഇത്തരം റെസിഡൻഷ്യൽ ഏരിയകളിൽ നിന്ന് താമസക്കാരായ ബാച്ചിലർമാരെ ഒഴിവാക്കുന്നതിനായി രാജ്യത്തുടനീളം പരിശോധനകൾ ഊർജിതമാക്കിയിട്ടുണ്ട്. നിയമലംഘനം കണ്ടെത്തുന്ന കെട്ടിടങ്ങളിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്നതിനും ഉടമകൾക്ക് വൻതുക പിഴ ചുമത്തുന്നതിനും അധികൃതർ നടപടികൾ ശക്തമാക്കി. ആഭ്യന്തര മന്ത്രാലയം, വൈദ്യുതി ജല മന്ത്രാലയം, മാൻ പവർ അതോറിറ്റി എന്നിവയുമായി സഹകരിച്ചാണ് മുനിസിപ്പാലിറ്റിയുടെ പ്രത്യേക ഫീൽഡ് ടീമുകൾ പരിശോധന നടത്തുന്നത്. 1992 125 നമ്പർ നിയമപ്രകാരം കുടുംബങ്ങൾക്കായുള്ള മേഖലകൾ ബാച്ചിലർമാർക്ക് താമസ സൗകര്യം നൽകുന്നത് കുറ്റകരമാണ്. പാർപ്പിട മേഖലകളിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിനോടൊപ്പം വൈദ്യുതി, മലിനജല ശൃംഖലകൾ എന്നിവയിലെ അമിതഭാരം കുറയ്ക്കുന്നതിനുമായാണ് ഭരണകൂടം ഈ നീക്കം നടത്തുന്നത്. കടുത്ത അന്താരാഷ്ട്ര ഉപരോധങ്ങൾക്കും ഊർജ്ജ മേഖലയിലെ പ്രതിസന്ധികൾക്കുമിടയിൽ തെക്കൻ ഇറാന്റെ ഫാഴ്സ് പ്രവിശ്യയിൽ വൻ പ്രകൃതിവാതക ശേഖരം കണ്ടെത്തി. ഏകദേശം 212.4 ബില്യൺ ക്യൂബിക് മീറ്റർ വാതക നിക്ഷേപമാണ് ഈ പാടത്തുള്ളതെന്ന് ഇറാൻ പെട്രോളിയം മന്ത്രി മൊഹ്സെൻ പാക്നെജാറ്റ് അറിയിച്ചു. ഇതിൽ 161 ബില്യൺ ക്യൂബിക് മീറ്ററോളം വാണിജ്യാടിസ്ഥാനത്തിൽ വേർതിരിച്ചെടുക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. അഴുക്കുകളും ഹൈഡ്രജൻ സൾഫേറ്റും വളരെ കുറഞ്ഞ ഉയർന്ന നിലവാരമുള്ള സ്വീറ്റ് ഗ്യാസ് വിഭാഗത്തിലുള്ളതാണ് ഈ ശേഖരം. അതിനാൽ ഇവ സംസ്കരിക്കുന്നതിനുള്ള ചെലവ് ഗണ്യമായി കുറവായിരിക്കും. ഖത്തറുമായി പങ്കിടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിവാതക പാടമായ സൗത്ത് പാഴ്സിന്റെ ഒരു ഘട്ടത്തിന് 15 വർഷത്തേക്ക് ആവശ്യമായ വാതകം നൽകാൻ ഇതിന് ശേഷിയുണ്ട്. കൂടാതെ മൂല്യമേറിയ ഗ്യാസ് കണ്ടൻസേറ്റുകളുടെ സാന്നിധ്യവും രാജ്യത്തിന് വൻ സാമ്പത്തിക നേട്ടമാകും. റഷ്യയ്ക്ക് പിന്നാലെ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രകൃതിവാതക നിക്ഷേപമുള്ള രണ്ടാമത്തെ രാജ്യമായ ഇറാന് ഏകദേശം 34 ട്രില്യൺ ക്യൂബിക് മീറ്ററിന്റെ കരുതൽ ശേഖരമുണ്ട്. ഉപരോധങ്ങളും തകരാറിലായ അടിസ്ഥാന സൗകര്യങ്ങളും കാരണം കടുത്ത ഊർജ്ജക്ഷാമം നേരിടുന്ന ഘട്ടത്തിൽ ഫാഴ്സിലെ ഈ കണ്ടെത്തൽ ഇറാന്റെ ഊർജ്ജ സുരക്ഷയ്ക്കും സാമ്പത്തിക മേഖലയ്ക്കും വലിയ ആശ്വാസമാണ് നൽകുന്നത്. അറേബ്യൻ ഉപദ്വീപിലെ മനുഷ്യവാസത്തിന്റെ ചരിത്രം തിരുത്തിക്കുറിക്കുന്ന നിർണായക പുരാവസ്തു കണ്ടെത്തലുകളുമായി UAE. ഷാർജയിലെ ജബൽ അൽ ബുഹൈസിലും അലൈനിലെ ഖത്താറയിലും നടത്തിയ ഉത്ഖനനത്തിൽ 60,000 വർഷത്തിലധികം പഴക്കമുള്ള പുരാവസ്തുക്കളും ശിലായുഗ ആയുധങ്ങളുമാണ് കണ്ടെത്തിയത്. ആഫ്രിക്കയ്ക്ക് പുറത്തേക്ക് ആധുനിക മനുഷ്യൻ കുടിയേറി പാർത്തത് മുൻപ് കരുതിയതിലും എത്രയോ മുൻപായിരുന്നു എന്നതിലേക്ക് വെളിച്ചം വീശുന്നതാണ് ഈ തെളിവുകൾ. വെങ്കല യുഗത്തിലെയും ഇരുമ്പ് യുഗത്തിലെയും സാംസ്കാരിക പാരമ്പര്യം വിളിച്ചോതുന്ന ഖത്താറയിലെ ശവകുടീരങ്ങളും പുരാതന ജലസേചന സംവിധാനങ്ങളും ലോക ശ്രദ്ധ നേടിയിട്ടുണ്ട്. UAEയുടെ സമ്പന്നമായ പൈതൃകം അന്താരാഷ്ട്ര തലത്തിൽ ഉയർത്തിക്കാട്ടുന്ന ഈ പ്രദേശങ്ങൾ യുനെസ്കോ പൈതൃക പട്ടികയിലേക്ക് പരിഗണിക്കപ്പെടുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. വെറും വരണ്ട മരുഭൂമിയെന്ന് കരുതപ്പെട്ടിരുന്ന അറേബ്യൻ മേഖല പുരാതന മാനവരാശിയുടെ പ്രധാന സഞ്ചാര പാതയായിരുന്നുവെന്ന് ഈ കണ്ടെത്തലുകളിലൂടെ ഉറപ്പാവുകയാണ്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനോടുള്ള ആദര സൂചകമായി അബുദാബി ബുർജീൻ മെഡിക്കൽ സിറ്റിയിൽ ആരോഗ്യ പ്രവർത്തകർ ഒരുക്കിയത് വിസ്മയകരമായ മെഗാ പൂക്കളമാണ്.
35ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള 1000-ലധികം ഡോക്ടർമാരും നഴ്സുമാരും മറ്റാരോഗ്യ പ്രവർത്തകരും ചേർന്ന് 20 മണിക്കൂർ തുടർച്ചയായ പരിശ്രമത്തിലൂടെയാണ് 250 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഈ പൂക്കളം പൂർത്തിയാക്കിയത്. പരമ്പരാഗത ഓണാഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയ ഈ വലിയ കലാവിരുന്ന് UAE-യുടെ പാരമ്പര്യവും ഭാവിയിലേക്കുള്ള കുതിപ്പും ഒരേ സമയം അടയാളപ്പെടുത്തുന്നതാണ്. പണ്ടത്തെ ഒട്ടകയാത്ര മുതൽ ആധുനിക ഇതിഹാദ് റെയിൽ വരെയുള്ള രാജ്യത്തിന്റെ വളർച്ചയുടെ നാൾ വഴികൾ ഇതിൽ മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നു. പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറുന്ന UAE-യുടെ കരുത്തിന് ആരോഗ്യ മേഖലയിലെ വിവിധ രാജ്യക്കാരായ ജീവനക്കാർ നൽകിയ സ്നേഹാദരവ് കൂടിയായി ഈ പൂക്കളം മാറിയിരിക്കുകയാണ്. നാടിന്റെ അതിരുകൾക്കപ്പുറത്തും ഓണനിലാവിന്റെ അഴകും ഒത്തുചേരലിന്റെ മധുരവും നെഞ്ചിലേറ്റുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കൾക്കും സഹോദരങ്ങൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ദൂരങ്ങൾ എത്രയുണ്ടെങ്കിലും മാവേലി നാടിന്റെ ആ ഓർമ്മകളും നമ്മെ കോർത്തിണക്കുന്ന ഈ ഒരുമയും എന്നും അങ്ങനെ നിലനിൽക്കട്ടെ. അറബ് ലോകത്തെ വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ മികച്ച കാഴ്ചകളും വിശേഷങ്ങളുമായി അക്കരയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.